മാലിന്യം ഉണ്ടാക്കുന്നത് അത് നമ്മളാണ്, പക്ഷെ നമ്മൾ അവരെ ആ പേര് വിളിക്കുന്നു. ജാതീയത അല്ലെങ്കിൽ ജാതി ചിന്ത ഒരു മാനസിക രോഗമാണെന്നും ജീവിതത്തിൽ ഒരിക്കൽ പോലും വൃത്തി കണ്ടിട്ടില്ലാത്ത ഒരാളെ നിങ്ങൾക്ക് എങ്ങനെ പൗരബോധം പഠിപ്പിക്കാനാകും? ഡെൻമാർക്കിലെ കോപ്പൻഹേഗൻ നഗരത്തിൽ ഓരോ 5 മിനിറ്റ് നടക്കാവുന്ന ദൂരത്തിലും നിങ്ങൾക്ക് വൃത്തിയുള്ള ഒരു പബ്ലിക് ടോയ്ലറ്റ് കാണാൻ സാധിക്കും. അവിടെ റോഡുകളിൽ കുഴികളില്ല, എല്ലാവരും വരി തെറ്റിക്കാതെ വണ്ടി ഓടിക്കുന്നു, ഹോണുകളുടെ ബഹളവും കേൾക്കില്ല. നിങ്ങൾ റോഡിലൂടെ നടന്നു പോവുകയാണെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും ഫുട്പാത്തുകളുണ്ട്, സീബ്ര ക്രോസിങ്ങുകളിൽ വാഹനങ്ങൾ നിങ്ങൾക്കായി നിർത്തി തരുന്നു. അവിടുത്തെ ആളുകളുടെ സിവിക് സെൻസ്, പൗരബോധം എത്രത്തോളം ഉണ്ടെന്നാൽ എസ്കലേറ്ററുകളിൽ നിൽക്കുമ്പോൾ പോലും ആളുകൾ ഒരു വശത്ത് വരിയായി നിൽക്കും. ധൃതിയുള്ളവർക്ക് മറുവശത്തിലൂടെ പടികൾ കയറി വേഗത്തിൽ പോകാൻ സാധിക്കുന്ന രീതിയിൽ. നഗരത്തിലെ പാർക്കുകളെല്ലാം അത്രത്തോളം വൃത്തിയുള്ളതാണ്. ഒരിടത്തും നിങ്ങൾക്ക് മാലിന്യത്തിന്റെ അടയാളം പോലും കാണാൻ സാധിക്കില്ല. പ്ലാസ്റ്റിക് കുപ്പികൾ തിരികെ നൽകിയാൽ തിരിച്ച് നിങ്ങൾക്ക് പണം പോലും ലഭിക്കും. ഇനി ഈ കാഴ്ചയെ ഇന്ത്യയുമായി ഒന്ന് താരതമ്യം ചെയ്തു നോക്കൂ. രാജ്യത്തെ മിക്ക നഗരങ്ങളിലും മാലിന്യ മലകളാണ്. ഓരോ ഇടവഴികളിലും ജംഗ്ഷനുകളിലും മാലിന്യം കുന്നുകൂടി കിടക്കുന്നത് നമുക്ക് കാണാം. മാൻഹോളുകളിലും ഓടകളിലും ആളുകൾ തന്നെയാണ് ഇപ്പോഴും ഇറങ്ങി വൃത്തിയാക്കുന്നത്. പബ്ലിക് ടോയ്ലറ്റുകളുടെ അവസ്ഥ മോശമായതിനാൽ ആളുകൾ റോഡരികിൽ തന്നെ മൂത്രമൊഴിക്കുന്നു. വാഹനങ്ങളുടെ ഹോൺ ശബ്ദം വീട്ടിലിരിക്കുന്നവർക്ക് പോലും അസഹനീയമാണ്. പല സ്ഥലങ്ങളിലും ഫുട്പാത്തുകളോ സീബ്ര ക്രോസിങ്ങുകളോ കാണാനില്ല. എല്ലാറ്റിലുപരി ആളുകളുടെ പെരുമാറ്റവും മോശം. വരി തെറ്റിക്കാനുള്ള ഒരവസരവും പാഴാക്കില്ല. ഒന്നും ചിന്തിക്കാതെ എവിടെ വേണമെങ്കിലും മാലിന്യം വലിച്ചെറിയും. सारा कूड़ा उठा के बाहर फेंकते हुए। अरे चाचा, वो मूत्रालय नहीं मंत्रालय लिखा है। यहाँ पेशाब करना सख्त मना है. ഇത് രണ്ട് വ്യത്യസ്ത രാജ്യങ്ങളാണ്, പക്ഷേ വ്യത്യസ്ത ലോകങ്ങൾ പോലെയാണ്. എന്നാൽ ഇവിടെ വരുന്നൊരു ചോദ്യം ഇതാണ്: ഡെൻമാർക്കിലെ ആളുകൾ ജനിക്കുമ്പോഴേ കൂടുതൽ സിവിലൈസ്ഡ് അല്ലെങ്കിൽ സാംസ്കാരിക ബോധമുള്ളവർ ആയിരുന്നോ? ഇന്ത്യക്കാർക്ക് ജന്മനാ തന്നെ സിവിക് സെൻസ് അല്ലെങ്കിൽ സാമൂഹിക ബോധം കുറവാണോ? ഇതിന്റെ ഉത്തരം തീർച്ചയായും അല്ല എന്നാണ്. സത്യത്തിൽ ഡെൻമാർക്ക് പോലുള്ള വികസിത രാജ്യങ്ങൾ ഉപയോഗിച്ച ഫോർമുല വളരെ ലളിതമാണ്. ഇത് കേട്ടാൽ നിങ്ങൾ പറയും, ഓ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന്. എന്നാൽ അതേസമയം തന്നെ ഈ സിവിക് സെൻസ് എന്ന വിഷയം വളരെ ആഴത്തിലുള്ള ഒന്നാണ്. ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളോട് പറയുന്ന കാര്യം നിങ്ങളുടെ ചിന്താഗതിയെ തന്നെ മാറ്റിക്കളയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. സിവിക് സെൻസുമായി ബന്ധപ്പെട്ട പ്രശ്നം അധികമാരും സംസാരിക്കാൻ ആഗ്രഹിക്കാത്ത 3 കാര്യങ്ങളുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നതാണ്. അതിൽ ആദ്യത്തെ പ്രശ്നം ജാതീയതയും ക്ലാസിസവുമാണ്. നമ്മുടെ രാജ്യത്ത് ജാതീയതയുടെ വേരുകൾ വളരെ ആഴത്തിലുള്ളതാണ്. नीचे क्यों बैठ गए? अरे आप नीचे बैठेंगे तो मैं चला जाऊंगा यहाँ से. आप इस पे बैठिए. नहीं, आपके सामने चौकी पे नहीं बैठ सकते हैं. ശുചീകരണം എന്നത് ജാതി വ്യവസ്ഥയിൽ ഒരു പരമ്പരാഗത ജോലിയാണ്. ഗാന്ധിജി പറഞ്ഞിരുന്നത് ശുചീകരണ തൊഴിലാളികൾ ഒരു സമൂഹത്തിന് അമ്മയെ പോലെയാണെന്നാണ്. ഒരമ്മ തന്റെ കുഞ്ഞിനെ വൃത്തിയായി സൂക്ഷിക്കുന്നതിലൂടെ രോഗങ്ങളിൽ നിന്ന് എങ്ങനെയാണോ സംരക്ഷിക്കുന്നത്, അതുപോലെ ഇവർ സമൂഹത്തെ ശുചിയാക്കി രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നു. ഗാന്ധിജി അവർക്ക് അമ്മയുടെ പദവിയാണ് നൽകിയത്. എന്നാൽ ആളുകൾ അവരെ ഏറ്റവും താഴ്ന്നവരായി കരുതുന്നു. ആ പേര് ഒരു തെറിവാക്കായി പോലും ഉപയോഗിക്കുന്നുണ്ട്. अब जैसे मेरे पास कि मेरे पे कोई स्टेप आया, अब मैं लगा यार इसमें तो भंगी लग रहा है यार करते करते. आई एम नॉट लुकिंग गुड इन दिस एट ऑल. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ശുചീകരണ തൊഴിലാളികളോട് ഇത്തരമൊരു മനോഭാവം പുലർത്തുന്ന, ശുചീകരണം എന്നതൊരു നാണക്കേടായി കാണുന്ന ഒരു രാജ്യത്ത് എങ്ങനെയാണ് ശുചിത്വം ഉണ്ടാവുക? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള ഈ വാർത്ത നോക്കൂ. ജാർഖണ്ഡിലെ ധൻബാദ് ജില്ലയിൽ 46 വയസ്സുള്ള ഒരു ദളിത് സ്ത്രീ മർദ്ദനത്തിനിരയാവുകയും ജാതീയമായി അധിക്ഷേപിക്കപ്പെടുകയും ചെയ്തു. ഇതിന് പിന്നിലെ കാരണം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ആ സ്ത്രീ ഒരു കടക്കാരന് വേണ്ടി സൗജന്യമായി ശുചീകരണ ജോലി ചെയ്യാൻ വിസമ്മതിച്ചു എന്നതായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ശുചീകരണ തൊഴിലാളികളിൽ ഭൂരിഭാഗവും ഇന്നും ദളിതുകൾ തന്നെയാണ്. പ്രശ്നം അവർ ദളിതരാണ് എന്നതോ അവരുടെ ജാതിയോ അല്ല, മറിച്ച് അവർ ഇന്നും ഗട്ടറുകളിൽ ഇറങ്ങി വൃത്തിയാക്കാൻ നിർബന്ധിതരാകുന്നു എന്നതാണ്. പലപ്പോഴും വിഷവാതകം ശ്വസിച്ച് അവർ മരണപ്പെടുന്നു. മനുഷ്യന്മാർ തന്നെ ഗട്ടറിൽ ഇറങ്ങി വൃത്തിയാക്കാൻ മാത്രം ദരിദ്രമാണോ നമ്മുടെ രാജ്യം? മെഷീനുകൾ വാങ്ങാൻ പോലും ലോകത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായ നമുക്ക് കഴിയില്ലേ? കഴിയും. നമ്മുടെ രാജ്യം അത്ര ദരിദ്രമൊന്നുമല്ല, പക്ഷെ നമ്മൾ അശ്രദ്ധരാണ്. പല ഇന്ത്യക്കാരും വിദേശ രാജ്യങ്ങളിൽ പോയി താമസിക്കുമ്പോൾ സ്വന്തം വീട് അവർ തന്നെ വൃത്തിയാക്കുന്നു. കാരണം അവിടെ ഇത്തരം ജോലികൾക്ക് ഒരാളെ വിളിക്കുന്നത് വളരെ ചെലവേറിയ കാര്യമാണ്. എന്നാൽ ഇന്ത്യയിൽ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും കൂടുതലായതുകൊണ്ട് കുറഞ്ഞ കൂലിക്ക് നമുക്ക് തൊഴിലാളികളെ ലഭിക്കും. വളരെ കുറഞ്ഞ പണം നൽകി നിങ്ങൾക്ക് വീട് വൃത്തിയാക്കാൻ ആളെ കിട്ടും. ഇനി നിങ്ങളോടുള്ള ഒരു ചോദ്യം: നിങ്ങളുടെ വീട്ടിൽ ജോലിക്ക് വരുന്നവരോട് നിങ്ങൾ ബഹുമാനത്തോടെയാണോ പെരുമാറുന്നത്?
മിക്ക സൊസൈറ്റികളിലും അപ്പാർട്ട്മെന്റുകളിലും അവർക്കായി പ്രത്യേക ലിഫ്റ്റുകൾ വരെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവർക്ക് ചായയോ വെള്ളമോ നൽകാൻ പ്രത്യേക പാത്രങ്ങൾ വരെ മാറ്റിവെക്കുന്നു. ഈ തെറ്റായ ചിന്താഗതി അപ്പം നമ്മളിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. ആളുകൾ ശുചീകരണം എന്നത് സ്വന്തം ഉത്തരവാദിത്തമായി കാണുന്നേയില്ല. സ്കൂളുകളിലും ഓഫീസുകളിലും വീടുകളിലും വൃത്തിയാക്കാൻ എപ്പോഴും വേറെ ആരോ വരും എന്നാണ് നമ്മൾ കരുതുന്നത്. നമ്മുടെ വീടുകളിൽ നിന്ന് മാലിന്യം ശേഖരിക്കാൻ വരുന്നവരെ നമ്മൾ മാലിന്യക്കാരൻ എന്നാണ് വിളിക്കുന്നത്. ഇനി പറയുന്നതാണ് അതിലെ ഏറ്റവും വൈരുദ്ധ്യം. മാലിന്യം ഉണ്ടാക്കുന്നത് അത് നമ്മളാണ്, പക്ഷെ നമ്മൾ അവരെ ആ പേര് വിളിക്കുന്നു. ആളുകൾ മാനസികമായും ശാരീരികമായും തങ്ങളുടെ ശുചിത്വത്തെ ശുചീകരണ പ്രവർത്തികളിൽ നിന്ന് പൂർണ്ണമായും മാറ്റി നിർത്തുകയാണ്. വികസിത രാജ്യങ്ങളിൽ നിന്നുള്ള ഏറ്റവും വലിയ വ്യത്യാസവും ഇതാണ്. കാനഡയാവട്ടെ, ജർമ്മനി ആകട്ടെ, ജപ്പാനോ ഓസ്ട്രേലിയയോ ആരുമാകട്ടെ, അവിടെയുള്ളവർ തങ്ങളുടെ മാലിന്യങ്ങൾ സ്വയം തരംതിരിക്കുന്നു. ഭൂരിഭാഗം ആളുകളും സ്വന്തം വീട് സ്വയം വൃത്തിയാക്കും. എന്നാൽ നമ്മുടെ രാജ്യത്ത് ഒരു മനുഷ്യൻ മാലിന്യ പർവ്വതത്തിന് മുകളിൽ നിന്നുകൊണ്ട് അവ ശേഖരിക്കേണ്ടി വരുന്നു. ശുചിത്വ കാര്യത്തിൽ നമ്മുടെ നേതാക്കളുടെ പ്ലാൻ എന്താണ്? अब हर 15 दिन में हमारा मंत्री जाके कूड़े के पहाड़ पे जाता है और उसको बोलता है खड़ा होके तेरे को जाना पड़ेगा भाई. ഇവിടെയുള്ള രണ്ടാമത്തെ പ്രശ്നം സർക്കാർ സംവിധാനങ്ങളാണ്. നിങ്ങളുടെ നഗരത്തിൽ വൃത്തിയുള്ള പബ്ലിക് ടോയ്ലറ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ മാളുകളെ കുറിച്ചല്ല പറയുന്നത്, പൊതു ശൗചാലയങ്ങളെ കുറിച്ചാണ്. നിലവിലുള്ള പബ്ലിക് ടോയ്ലറ്റുകളിൽ പകുതിയിലധികം എണ്ണത്തിലും വെള്ളം പോലുമില്ല. घर से पानी लाना पड़ता है, वॉशरूम में भी ऐसा वॉशरूम है ये जिसमें तुम्हें खुद का पानी लेके आना पड़ता है और खुद ही पे भी करना पड़ता है वॉशरूम करने के लिए. അങ്ങനെയെങ്കിൽ പിന്നെ ഇത്തരം ടോയ്ലറ്റുകൾ കൊണ്ട് എന്താണ് പ്രയോജനം? അവിടെയുള്ള ദുർഗന്ധം കാരണം ഒന്നുകിൽ മനുഷ്യൻ ശ്വാസം മുട്ടി മരിക്കും, അല്ലെങ്കിൽ മൂത്രനാളിയിൽ അണുബാധ വന്ന് മരിക്കും. ये हाल देख रहे हो यहाँ का? ये सब ने यूरिन करी है, यहाँ इतनी गंदी स्मेल आ रही है, तो जो क्या सिविक सेंस है लोगों की कि यहाँ पे वो यूरिन कर रहे हैं. लेकिन आपको एक सैड रियलिटी बताऊं, दिस इज एक्चुअली अ वॉशरूम जो कि लॉक्ड है. ठीक है, लोगों को मजबूरी में यहाँ यूरिन करनी पड़ती है. एंड सोचो फीमेल का भी लॉक्ड है, तो वो कहाँ जाएंगी भाई? ആളുകൾക്ക് സിവിക് സെൻസ് അല്ലെങ്കിൽ സാമൂഹ്യ ബോധം ഇല്ലെന്നും അവർ പൊതുസ്ഥലത്ത് മൂത്രമൊഴിക്കുന്നു എന്നും എല്ലാവരും പറയുന്നു. എന്നാൽ പകൽ മുഴുവൻ വീടിന് പുറത്ത് ജോലി ചെയ്യുന്ന തെരുവ് കച്ചവടക്കാരെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. അവർക്കും എവിടെയെങ്കിലും മൂത്രമൊഴിക്കേണ്ടി വരില്ലേ? ഒന്നുകിൽ ഇങ്ങനെയുള്ളവർക്ക് മാളുകളിലെ വൃത്തിയുള്ള ശൗചാലയങ്ങൾ ഉപയോഗിക്കാൻ അനുവാദം നൽകണം, അല്ലെങ്കിൽ അവർ കച്ചവടം നടത്തുന്ന മാർക്കറ്റുകളിൽ പൊതു ശൗചാലയങ്ങൾ നിർമ്മിച്ചു നൽകണം. ഇതിനൊന്നും പകരമായ ഒരു സംവിധാനവും ഇല്ലാത്ത പക്ഷം മറ്റു വഴികളില്ലാത്തവർ റോഡരികിൽ തന്നെ മൂത്രമൊഴിക്കാൻ നിർബന്ധിതരാകും. ഇതേപോലെ തന്നെയാണ് മറ്റു കാര്യങ്ങളും. റോഡരികിൽ എല്ലായിടത്തും ഫുട്പാത്തുകളുണ്ടോ? എല്ലാ സ്ഥലങ്ങളിലും സീബ്ര ക്രോസിങ്ങുകളും ഉണ്ടോ? ഇല്ല. ആളുകൾക്ക് എവിടെയാണ് തിരിയേണ്ടതെന്നോ പോകേണ്ടതെന്നോ മനസ്സിലാകാൻ കൃത്യമായ ലൈൻ മാർക്കിങ്ങുകളും സൈൻ ബോർഡുകളും എല്ലാ റോഡുകളിലും ഉണ്ടോ? അതുമില്ല. പകരം നമ്മൾ കാണുന്നത് 90 ഡിഗ്രി വളവുള്ള ഫ്ലൈ ഓവറുകൾ നിർമ്മിച്ച വാർത്തയാണ്. 4 വരി പാതയിൽ നിന്ന് പെട്ടെന്ന് 2 വരി പാതയായി മാറുന്ന ഫ്ലൈ ഓവറുകളും നമ്മൾ കാണുന്നു. ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കിടയിൽ ആളുകൾ കൃത്യമായി വരി തെറ്റാതെ വണ്ടി ഓടിക്കണമെന്ന് നമുക്കെങ്ങനെ പ്രതീക്ഷിക്കാനാകും? ആശ്ചര്യകരമായൊരു കാര്യം, നമ്മുടെ നാട്ടിൽ കാര്യങ്ങൾ തിരിച്ചാണ് നടക്കുന്നത് എന്നാണ്. ആളുകൾ സ്വന്തം അവകാശങ്ങൾ ചോദിക്കുന്നില്ല, പകരം പരസ്പരം കുറ്റപ്പെടുത്തുകയാണ്. जीरो सेंस है, जीरो. कोई वीडियो बना रहा होगा बीच में घुस जाओ भाई. कहाँ है सिविक सेंस? മിക്ക ആളുകളിലും സിവിക് സെൻസ് ഇല്ല. ഇതിന്റെ കാരണങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിൽ മുന്നോട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. പക്ഷെ എല്ലാ കാര്യങ്ങളെയും ആളുകൾക്ക് സിവിക് സെൻസ് ഇല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? मोदी जी, ये लोग इतने बेशरम है, ये जानबूझ के मरते हैं, बार बार मरते हैं आपको बदनाम करने के लिए. मोदी जी, सिविक सेंस नहीं है इन लोगों में, सिविक सेंस नहीं है. ये जनता डिजर्व नहीं करती आपको. मोदी जी, गलती तो जनता की है ना. आप इस जनता को हिंद महासागर में फिकवा दो और अच्छी से नई जनता ऑर्डर करते हैं अमेजोन पे या फ्लिपकार्ट पे. ഈ വീഡിയോ ഒരു ആക്ഷേപഹാസ്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. തീർച്ചയായും നമുക്ക് പുതിയ ജനങ്ങളെ കൊണ്ടുവരാൻ കഴിയില്ല. ഈ നാട്ടിലുള്ളവരെ തന്നെ പഠിപ്പിക്കണം. പക്ഷെ ആര് പഠിപ്പിക്കും? എങ്ങനെ പൗരബോധമുണ്ടാകും? ചില ഇൻഫ്ലുവൻസർമാരും ക്രിയേറ്റർമാരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷേ അവർക്കോ നിങ്ങൾക്കോ ആരെയും നിർബന്ധിച്ച് പഠിപ്പിക്കാൻ കഴിയില്ല. നമ്മൾ പോലീസുകാരോ നിയമം നിർമ്മിക്കാൻ അധികാരമുള്ള സർക്കാരോ അല്ല. തെറ്റ് ചെയ്യുന്നവർക്ക് പിഴ ചുമത്താനും നമുക്ക് കഴിയില്ല. അതിനാൽ ഈ ജോലി ഗവൺമെന്റ് തന്നെ ചെയ്യണം. സ്കൂൾ പാഠ്യപദ്ധതിയിൽ പൗരബോധം ഉൾപ്പെടുത്തുകയോ മലിനമാക്കുന്നവർക്ക് പിഴ ചുമത്തുകയോ വേണം. എന്നാൽ പിഴ ഈടാക്കണമെങ്കിൽ ആദ്യം അവിടെ വൃത്തി ഉണ്ടാവണം, ഒരു സിസ്റ്റം ഉണ്ടായിരിക്കണം. ദുർഗന്ധം വമിക്കുന്ന ചേരികളിൽ താമസിക്കുന്ന തെരുവിന്റെ ഓരോ കോണിലും മാലിന്യ കൂമ്പാരങ്ങൾ കാണുന്ന ചെളിയും മലിനജലവും നിറഞ്ഞ തെരുവിലൂടെ നടക്കുന്ന ഒരു മനുഷ്യന്റെ കാര്യം ആലോചിച്ച് നോക്കൂ. അയാളുടെ കുട്ടികൾക്ക് പഠിക്കാൻ വൃത്തിയുള്ള ടോയ്ലറ്റുകളുള്ള സർക്കാർ സ്കൂളുകളില്ല. ജീവിതത്തിൽ ഒരിക്കൽ പോലും വൃത്തി കണ്ടിട്ടില്ലാത്ത ഒരാളെ നിങ്ങൾക്ക് എങ്ങനെ പൗരബോധം പഠിപ്പിക്കാനാകും?
ഒരിക്കലെങ്കിലും അയാളുടെ ചുറ്റുപാട് ആദ്യം വൃത്തിയാക്കി കൊടുക്കൂ. എന്നിട്ട് പറയണം അഴുക്കാക്കരുതെന്ന്. ആദ്യം ഡസ്റ്റ്ബിന്നുകൾ സ്ഥാപിക്കണം. എന്നിട്ട് പറയണം മാലിന്യം അതിലിടണമെന്ന്. വെള്ളവും സോപ്പും വൃത്തിയുമുള്ള ടോയ്ലറ്റുകൾ നിർമ്മിക്കണം. എന്നിട്ട് പറയണം അത് ഉപയോഗിക്കണമെന്ന്. റോഡരികിൽ നടപ്പാതകളും സൈക്കിൾ പാതകളും മനോഹരമായ പൂക്കളും വെച്ച് പിടിപ്പിക്കണം. എന്നിട്ട് പറയണം പൂക്കൾ പറിക്കരുതെന്ന്. വൃത്തിഹീനമായ ചുറ്റുപാടിൽ കഴിയുന്ന ഒരാൾ വെടിപ്പുള്ള സൊസൈറ്റിയിൽ പോകുമ്പോൾ അവിടെയുള്ള പൂക്കൾ പറിക്കാൻ തോന്നുന്നത് സ്വാഭാവികമാണ്. കാരണം അയാൾ ആദ്യമായാണ് അത്തരം ഭംഗിയുള്ള കാര്യങ്ങൾ കാണുന്നത്. ഇവിടെ ആ പ്രവൃത്തിയെ ന്യായീകരിക്കുകയല്ല, മറിച്ച് അയാളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണ്. മനുഷ്യർക്കുള്ള ഒരു കാര്യമാണ് ഹേർഡ് മെൻറ്റാലിറ്റി, അല്ലെങ്കിൽ ആൾക്കൂട്ട മനഃശാസ്ത്രം. എല്ലായിടത്തും അഴുക്കാണെങ്കിൽ അവർക്കും കാറിൻ്റെ വിൻഡോ തുറന്ന് റോഡിലേക്ക് വേസ്റ്റ് എറിയാൻ മടി തോന്നില്ല. എന്നാൽ വൃത്തിയുള്ള ഒരിടത്ത് താൻ അഴുക്കാക്കിയാൽ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുമെന്ന് തോന്നുമ്പോൾ അവർക്ക് പേടി തോന്നും. ഇതിനുദാഹരണമാണ് ഡൽഹി മെട്രോയോ എയർപോർട്ടോ മാളുകളോ ഒക്കെ. വളരെ കുറച്ച് ആളുകൾ ഒഴികെ ഭൂരിഭാഗം പേരും അവിടെ അഴുക്കാക്കാറില്ല. കാരണം അവിടെ നേരത്തെ തന്നെ ഒരു സിസ്റ്റമുണ്ട്, വൃത്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ആദ്യം ചുവട് വെക്കാതെ മാറ്റങ്ങൾ കൊണ്ടുവരിക പ്രയാസമാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ സർക്കാരുകളുടെ പ്രകടന പത്രികയിൽ പോലും ശുചിത്വം എന്ന വാക്ക് കേൾക്കാറില്ല. 10 രൂപയുടെ ഡെലിവറി നടത്തുന്നവരോ സൗജന്യ റേഷന് വേണ്ടി കാത്തു നിൽക്കുന്നവരോ ആയ ദരിദ്രരുടെ സ്വപ്നങ്ങളിൽ പോലും മനോഹരമായ തെരുവുകളോ മരങ്ങളോ ഉണ്ടാവില്ല. ചുരുക്കത്തിൽ സിസ്റ്റം ശരിയാവുകയും ശരിയായ സൗകര്യങ്ങൾ ലഭിക്കുകയും ചെയ്താൽ ജനങ്ങളിൽ പൗരബോധം കുറവാണെങ്കിൽ പോലും നല്ല റിസൾട്ട് ലഭിക്കും. ഡെൻമാർക്കിൻ്റെ ഗംഭീരമായ ഉദാഹരണം ഈ വീഡിയോയുടെ അവസാനം പറയുമ്പോൾ അത് നിങ്ങൾ കൂടുതൽ മനസ്സിലാവും. ഇപ്പോൾ നമുക്ക് സിവിക് സെൻസിൻ്റെ പിന്നിലെ മൂന്നാമത്തെ പ്രശ്നമായ എമ്പതി അല്ലെങ്കിൽ സഹാനുഭൂതിയെക്കുറിച്ച് സംസാരിക്കാം. പണക്കാരായ ആളുകൾക്ക് ഈ ചേരി പ്രദേശങ്ങളോട് എന്ത് താല്പര്യമാണുള്ളത്? അവർ പുറമെ വൃത്തിയെക്കുറിച്ച് സംസാരിക്കുമെങ്കിലും മാലിന്യം എങ്ങനെ കുറയ്ക്കാം, വേസ്റ്റ് ഡിസ്പോസൽ സംവിധാനങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്തണം, കമ്പോസ്റ്റ് കുഴികൾ എങ്ങനെ നിർമ്മിക്കണം, മികച്ച നഗരാസൂത്രണം എങ്ങനെ വേണം എന്നതിനെക്കുറിച്ചൊന്നും വിശദമായി സംസാരിക്കാനേ അവർ തയ്യാറല്ല. അവർ സ്വന്തം ബബിളിനുള്ളിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു. കോടിക്കണക്കിന് രൂപയുടെ ഫ്ലാറ്റുകൾ വാങ്ങും, അതിനുള്ളിൽ സ്വിമ്മിംഗ് പൂളും ജിമ്മും എല്ലാം ഉണ്ടാകും. പക്ഷേ അതിന് തൊട്ടടുത്തുള്ള ചേരികൾ മാലിന്യം നിറഞ്ഞു കിടക്കുകയാകും. ഡ്രോൺ ദൃശ്യങ്ങളിൽ പണക്കാരും പാവപ്പെട്ടവരും തമ്മിലുള്ള ഈ വലിയ വ്യത്യാസം നമുക്ക് വ്യക്തമായി കാണാം. ഒരു മതിൽ കൊണ്ട് അവ വേർതിരിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ മതിലിനിപ്പുറം താമസിക്കുന്ന പണക്കാർ നഗരം മുഴുവൻ സുന്ദരമാകണമെന്ന് ഒരിക്കലും സ്വപ്നം കണ്ടിട്ടില്ല. ഒരുതരം ഫ്യൂഡൽ മൈൻഡ് സെറ്റ് അവരുടെ തലയ്ക്കുള്ളിൽ കയറി കൂടിയിട്ടുണ്ട്. അവർക്ക് ഒരു തരത്തിലുള്ള സാമൂഹിക ബോധവുമില്ല. അംബാനിയെയും അദാനിയെയും പോലുള്ള ശതകോടീശ്വരന്മാർ വിചാരിച്ചാൽ ഒരു നഗരത്തെയോ അല്ലെങ്കിൽ നഗരത്തിൻ്റെ വലിയൊരു ഭാഗത്തെയോ പൂർണ്ണമായും വൃത്തിയാക്കാൻ സാധിക്കും. പക്ഷെ അവരതിന് പണം ചെലവാക്കില്ല. പകരം ഈ അഴുക്കിന് നടുവിൽ അവർ തങ്ങളുടെ വലിയ കൊട്ടാരങ്ങൾ പണിയും. കൊട്ടാരത്തിനുള്ളിൽ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടാകും. പക്ഷേ ജനലിന് പുറത്തെ അഴുക്കും മാലിന്യവും അവർക്കൊരു പ്രശ്നമേ അല്ല. ആളുകൾക്കുള്ളിൽ ഈ സാമൂഹിക ബോധം ഉണ്ടാകാൻ ഇനിയൊരു ശ്രീബുദ്ധനോ മറ്റൊരു അവതാരമോ വരാനില്ല. ശ്രീബുദ്ധൻ്റെ സന്ദേശം എന്താണ്? മറ്റുള്ളവരോട് സഹാനുഭൂതി അല്ലെങ്കിൽ എമ്പതി ഉണ്ടായിരിക്കണമെന്നാണ്. ഞാൻ ഉണ്ടാക്കുന്ന അഴുക്ക് മറ്റൊരാൾക്ക് വൃത്തിയാക്കേണ്ടി വരും, അതുകൊണ്ട് ഞാൻ അഴുക്ക് ഉണ്ടാക്കില്ല എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ ചിന്ത വീടിന് പുറത്തിറങ്ങുമ്പോൾ മാത്രമല്ല, വീടിനുള്ളിലും വേണം. വീട്ടിൽ സാധനങ്ങൾ വലിച്ചു വാരിയിടുമ്പോഴും എച്ചിൽ പാത്രങ്ങൾ വെക്കുമ്പോഴും അതിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം. ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യുമ്പോൾ ഉപയോഗിച്ച കുപ്പികളും കവറുകളും വേസ്റ്റ് ബിന്നിൽ തന്നെ ഇടണം. റെസ്റ്റോറൻറ്റുകളിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം പാത്രങ്ങളെല്ലാം മേശയുടെ ഒരു മൂലയിലേക്ക് അടുക്കി വെക്കുക. പിന്നീട് വരുന്ന ജീവനക്കാർക്ക് അവ എടുത്തു മാറ്റാൻ എളുപ്പമാകും. അടുത്ത തവണ കെട്ടിടത്തിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ പിന്നാലെ വരുന്ന ആളുകൾക്കായി വാതിൽ പിടിച്ചു കൊടുക്കുക. ഇത്തരം ചെറിയ ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ പെരുമാറ്റത്തിൽ വരുമ്പോൾ മറ്റുള്ളവരോടുള്ള അനുകമ്പ അല്ലെങ്കിൽ എമ്പതി നിങ്ങളിൽ ഉണരും. മറ്റുള്ളവരെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. ഇതിനെയാണ് പൗരബോധം, സിവിക് സെൻസ് എന്ന് പറയുന്നത്. ഇത്തരം വീഡിയോകൾ കാണേണ്ടവർ ഇത് കാണുന്നില്ല എന്ന് പലരും പരാതിപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ ഇതിൽ ഇടപെടേണ്ട കാര്യമുണ്ട്. സ്കൂൾ പാഠ്യപദ്ധതിയിൽ പൗരബോധത്തെക്കുറിച്ചുള്ള പാഠങ്ങൾ ഉൾപ്പെടുത്തണം. ജാതീയത അല്ലെങ്കിൽ ജാതി ചിന്ത ഒരു മാനസിക രോഗമാണെന്നും ശുചീകരണ ജോലി ചെയ്യുന്നത് നാണക്കേടല്ല, മറിച്ച് അഭിമാനകരമായ കാര്യമാണെന്നും ക്ലാസ്സുകളിൽ തന്നെ പഠിപ്പിക്കണം. ശുചീകരണ തൊഴിലാളികളെ ബഹുമാനിക്കാൻ കുട്ടികളെ പഠിപ്പിക്കണം. മാലിന്യം എങ്ങനെ തരംതിരിക്കണം, പൊതുസ്ഥലങ്ങളിൽ വീഡിയോ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ഇയർഫോൺ ഉപയോഗിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ സ്കൂളുകളിൽ നിന്ന് തന്നെ തുടങ്ങണം. മറ്റൊരു കാര്യം, മികച്ച ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുകയും അത് കൃത്യമായി പാലിക്കാൻ നിയമങ്ങൾ കൊണ്ടുവരികയും ചെയ്യുക എന്നതാണ്. നിയമം ലംഘിക്കുന്നവർ എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാകും. എന്നാൽ വികസിത രാജ്യങ്ങളിൽ ഇത്തരം ആളുകളെ ശിക്ഷിക്കാനും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനും ശക്തമായ സംവിധാനങ്ങളുണ്ട്. വലിയ ശിക്ഷകൾ വേണമെന്നില്ല, പക്ഷെ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടുമെന്ന ഉറച്ച ബോധ്യം ആളുകളിൽ ഉണ്ടാക്കിയെടുക്കണം. അത് 500 രൂപ പിഴയോ അല്ലെങ്കിൽ ഒരു ദിവസത്തെ ജയിലോ ആകട്ടെ, രക്ഷപ്പെടാൻ കഴിയില്ല എന്ന സാഹചര്യം വന്നാൽ പൗരബോധം താനെ വന്നുകൊള്ളും. ഡെൻമാർക്കിലെ ആളുകൾക്കിടയിൽ നിലനിൽക്കുന്ന സാമൂഹിക ബോധത്തെ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഫീലിങ്ങിനെ സാം ഫൺ സിൻ എന്നാണ് വിളിക്കുന്നത്. അതായത് സമൂഹത്തിന്റെ താല്പര്യത്തെ സ്വന്തം താല്പര്യത്തിന് മുകളിൽ കാണുക.
കൊറോണ കാലത്ത് പോലും അവിടെ ഈ രീതി ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യയിൽ ഇത്തരം സാമൂഹിക ബോധം വളർത്തണമെങ്കിൽ പോലീസുകാർ വടിയെടുക്കണം, അല്ലെങ്കിൽ ഫൈൻ കൊടുക്കണമെന്നും അല്ലെങ്കിൽ ജയിലിൽ അടക്കണമെന്നും ചിലർ പറയാറുണ്ട്. എന്നാൽ ഇതിനേക്കാൾ 100 മടങ്ങ് റിസൾട്ട് തരുന്ന ഒരു കാര്യമുണ്ട്: എമ്പതി, സഹാനുഭൂതി. ഡെൻമാർക്കിൽ ആളുകൾക്കിടയിൽ ഈ സഹാനുഭൂതിയുടെ വികാരങ്ങളുണ്ട്, പരസ്പരമുള്ള കരുതലുണ്ട്. പൊതു ഇടങ്ങളിൽ അവർ നിയമങ്ങൾ പാലിക്കുന്നു, പൊതുശുചിത്വം പാലിക്കുന്നു, മറ്റുള്ളവരോട് ബഹുമാനത്തോടെ പെരുമാറുന്നു. കാരണം അവർക്ക് സോഷ്യൽ അവയർനെസ്, സാമൂഹിക അവബോധമുണ്ട്. സിവിക് സെൻസ് വളർത്തിയെടുക്കാൻ ഇത് തന്നെ ധാരാളമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം അവിടെ ജാതീയത ഇല്ല എന്നതാണ്. അവിടെ ശുചീകരണ തൊഴിലാളികളെയും ഹോട്ടൽ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെയും ഒരേ ബഹുമാനത്തോടെയാണ് കാണുന്നത്. അത് കാരണം അവിടെ ശുചീകരണ ജോലി വളരെയധികം ബഹുമാനിക്കപ്പെടുന്ന ഒന്നായാണ് കാണുന്നത്. ഇന്ത്യയിലേക്ക് വന്നാൽ ഇവിടെ ജനങ്ങൾക്ക് ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും വേർതിരിക്കുന്നതിൽ പോലും ഇപ്പോഴും കൺഫ്യൂഷനാണ്. എന്നാൽ ഡെൻമാർക്കിൽ മാലിന്യങ്ങൾ 10 വ്യത്യസ്ത വിഭാഗങ്ങളായാണ് തരംതിരിച്ചിരിക്കുന്നത്. ഗ്ലാസിന് വേറെ വേസ്റ്റ് ബിൻ, മെറ്റലിന് വേറെ, പ്ലാസ്റ്റിക്കിന് വേറെ, പേപ്പറിന് വേറെ, ഫുഡ് ആൻഡ് ഡ്രിങ്ക് കാർട്ടൺ വേറെ, കാർഡ്ബോർഡുകൾ വേറെ, ടെക്സ്റ്റൈൽസ് വേറെ, ഫുഡ് വേസ്റ്റ് വേറെ, ഹസാർഡസ് വേസ്റ്റ് വേറെ, പിന്നെ അവശിഷ്ട മാലിന്യങ്ങൾക്ക് അതിന് വേറെ ബിൻ. ഇതൊന്നും അവിടെ മാലിന്യം ശേഖരിക്കുന്നവർ വന്ന് വേറെ വേർതിരിക്കുന്നതല്ല. അവർ സ്വന്തം വീട്ടിൽ തന്നെ ഇത്തരത്തിൽ തരംതിരിക്കും. ഇത്തരത്തിൽ തരംതിരിച്ചവ ഇടുന്നതിന് വീട്ടിൽ തന്നെ 10 തരം വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചിട്ടുണ്ടാകും. മറ്റൊരു കാര്യം, വീട്ടിലെപ്പോഴും സാധാരണ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ ശേഖരിക്കാൻ മാത്രമാണ് വീട്ടിലേക്ക് ആളുകൾ വരിക. എന്നാൽ ഹസാർഡസ് വേസ്റ്റും വസ്ത്രങ്ങളും ഇലക്ട്രോണിക്സ് വേസ്റ്റുകളും ആളുകൾ സ്വയം തന്നെ റീസൈക്ലിംഗ് സെന്ററുകളിൽ എത്തിക്കണം. സാധാരണയായി ഒരു നഗരത്തിൽ 3-4 റീസൈക്ലിംഗ് കേന്ദ്രങ്ങൾ ഉണ്ടാകും. ആളുകൾ അവിടെ പോയി കൃത്യമായി മാലിന്യം നിക്ഷേപിക്കുക എന്നത് ഓരോ പൗരന്റെയും കടമയായാണ് അവർ കാണുന്നത്. ഇനി ഇതൊന്നും ആലോചിച്ച് നോക്കൂ, ഇങ്ങനെയൊരു സംവിധാനം ഇന്ത്യയിലായിരുന്നെങ്കിൽ മിക്കവാറും പലരും തങ്ങളുടെ മടി കാരണം ഹസാർഡസ് വേസ്റ്റ് സാധാരണ കൂനയിലേക്ക് തന്നെ എറിയുമായിരുന്നു. ഇപ്പോഴും പലരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ ഡെൻമാർക്കിലെ ജനങ്ങൾ ഈ ബുദ്ധിമുട്ട് സഹിച്ചും റീസൈക്ലിംഗ് സെന്ററുകളിൽ പോകുന്നു. കാരണം ഈ മാരകമായ അവശിഷ്ടങ്ങൾ നമ്മുടെ പരിസ്ഥിതിയിലേക്കോ നഗരത്തിലേക്കോ പടർന്നാൽ അതിൻ്റെ ദോഷം അനുഭവിക്കേണ്ടി വരുന്നത് തങ്ങൾ തന്നെയാണെന്ന ബോധം അവർക്കുണ്ട്. ഇത് ഡെൻമാർക്കിന്റെ മാത്രം കാര്യമല്ല. ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, ന്യൂസിലാൻഡ് തുടങ്ങിയ വികസിത രാജ്യങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ. സ്വിറ്റ്സർലാൻഡിൽ മാലിന്യം കളയുന്നതിന് ഒരു നിശ്ചിത ചിലവുണ്ട്. മുനിസിപ്പാലിറ്റിയുടെ പ്രത്യേക ബാഗുകളിൽ മാത്രമേ നിങ്ങൾക്ക് മാലിന്യം നിക്ഷേപിക്കാൻ സാധിക്കൂ. ഈ ബാഗുകൾ നിങ്ങൾ പണം കൊടുത്ത് വാങ്ങണം. അതേസമയം റീസൈക്ലിംഗ് ചെയ്യാനുള്ള സൗകര്യം തികച്ചും സൗജന്യമാണ്. ആളുകളെ ഈ റീസൈക്ലിംഗിലേക്ക് പ്രോത്സാഹിപ്പിക്കാനാണ് ഇങ്ങനെ അവർ ചെയ്യുന്നത്. മാലിന്യ സംസ്കരണത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി പ്ലാസ്റ്റിക് കുപ്പികളും അലുമിനിയം ക്യാനുകളുമാണ്. ഇന്ത്യയിൽ പ്ലാസ്റ്റിക് മലിനീകരണം ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അതിൽ ലഡാക്കിലെ പാങ്കോങ് തടാകമായാലും ചണ്ഡീഗഡിലെ സുഗ്ന തടാകമായാലും ഇനി കേരളത്തിലായാലും മണിപ്പൂരിലായാലും പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ പ്രശ്നം എല്ലായിടത്തുമുണ്ട്. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ പ്രശ്നം അത്ര കണ്ട് കാണാനാവില്ല. കാരണം ഡെൻമാർക്ക്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ പ്ലാസ്റ്റിക് കുപ്പികൾക്കായി ഒരു പാൻ സിസ്റ്റം നിലവിലുണ്ട്. നിങ്ങൾ വെൻഡിങ് മെഷീനുകൾ കണ്ടിട്ടുണ്ടാകും. അതിൽ പണമിടുമ്പോൾ കുപ്പികൾ പുറത്തേക്ക് വരുന്നു. എന്നാൽ അവിടെ നിങ്ങൾക്ക് റിവേഴ്സ് വെൻഡിങ് മെഷീനുകളാണ് കാണാൻ സാധിക്കുക. അതിൽ നിങ്ങൾ ഒഴിഞ്ഞ കാലിക്കുപ്പികൾ ഇട്ടാൽ പകരം നിങ്ങൾക്ക് പണം ലഭിക്കും. യഥാർത്ഥത്തിൽ നിങ്ങൾ പ്ലാസ്റ്റിക് കുപ്പിയിലുള്ള എന്തെങ്കിലും സാധനം വാങ്ങുമ്പോൾ എല്ലായ്പ്പോഴും കുറച്ചധികം പണം നൽകേണ്ടി വരും. ഇതൊരു ഡെപ്പോസിറ്റ് പോലെയാണ്. പിന്നീട് നിങ്ങൾ വെൻഡിങ് മെഷീനുകളിലേക്ക് ഇത് തിരികെ നൽകുമ്പോൾ നിങ്ങളുടെ ആ നിക്ഷേപ തുക തിരികെ ലഭിക്കും. അതാണ് അവിടുത്തെ രീതി. ഈ സംവിധാനം ശിക്ഷയെ അടിസ്ഥാനമാക്കിയുള്ളതല്ല, മറിച്ച് പ്രതിഫലത്തെ, റിവാർഡിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. പ്ലാസ്റ്റിക് കുപ്പികൾ എവിടെയും വലിച്ചെറിയാതിരിക്കാൻ ഇത് എല്ലാവരെയും പ്രേരിപ്പിക്കും. കാരണം ആ കുപ്പികൾക്ക് മൂല്യമുണ്ട്. അത് തിരികെ നൽകിയാൽ നിങ്ങൾക്ക് പണം ഇങ്ങോട്ട് ലഭിക്കും. ഡെൻമാർക്കിലെ ബോൺഹോം ദ്വീപിനെ പൂർണ്ണമായും മാലിന്യമുക്തമാക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. ആ ദ്വീപിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതെല്ലാം പുനരുപയോഗം ചെയ്യുകയോ ചെയ്യും. 2032 ലോകത്തിലെ ആദ്യത്തെ വേസ്റ്റ് ഫ്രീ സമൂഹമായി മാറുകയാണ് അവരുടെ ലക്ഷ്യം. എന്നാൽ ഈ ആറ്റിറ്റ്യൂഡ് ഡെൻമാർക്കിലെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. ഡെൻമാർക്കിലെ തലസ്ഥാനമായ കോപ്പൻഹേഗനിൽ സൈക്ലിംഗ് വളരെ സാധാരണമാണ്. ലോകത്തിലെ ഏറ്റവും നല്ല സൈക്കിൾ സൗഹൃദ നഗരങ്ങളിൽ ഒന്നാണത്. ഇവിടുത്തെ 64% യാത്രക്കാരും സൈക്കിളിലാണ് യാത്ര ചെയ്യുന്നത്. അതോടൊപ്പം അവർ സുസ്ഥിരമായ 5 മിനിറ്റ് നെയ്ബർഹുഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെയോ സൈക്കിളിൻ്റെയോ സഹായത്തോടെ മാത്രം നിങ്ങൾക്ക് ജോലി സ്ഥലത്തോ സ്കൂളിലോ ഷോപ്പിങ്ങിനോ പോകാൻ കഴിയും. എല്ലാം നിങ്ങളുടെ 5 മിനിറ്റ് ചുറ്റളവിനുള്ളിൽ തന്നെ ലഭ്യമാണ്. ഇത് ആളുകളെ കൂടുതൽ നടക്കാൻ പ്രേരിപ്പിക്കുന്നു. അവർ കൂടുതൽ ആരോഗ്യവാന്മാരായി മാറുന്നു. കൂടാതെ കാറുകളുടെ ഉപയോഗം വളരെ കുറയുകയും ചെയ്യും. ഡെൻമാർക്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നത് കുറയ്ക്കുന്നതിനായി പരിസ്ഥിതി സൗഹൃദമായ ക്ലൈമറ്റ് ഫ്രണ്ട്ലി അസ്ഫാൾട്ട് ആണ് റോഡുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. റോഡരികുകളിൽ തണലിനും താപനില നിയന്ത്രിക്കുന്നതിനുമായി ധാരാളം മരങ്ങൾ വെച്ചുപിടിപ്പിച്ചിരിക്കുന്നു. ഒട്ടുമിക്ക വികസിത രാജ്യങ്ങളിലും പെഡസ്ട്രിയൽ ഫസ്റ്റ് എന്ന പോളിസിയാണുള്ളത്. അതായത് ഒരു കാൽനട യാത്രക്കാരൻ റോഡ് മുറിച്ചു കടക്കാൻ ഇറങ്ങിയാൽ ട്രാഫിക് ലൈറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വാഹനങ്ങൾ അവർക്കായി നിർത്തി കൊടുക്കണമെന്ന്. കൂടാതെ അവിടെ ആരും ഹോൺ മുഴക്കാറില്ല.
സത്യത്തിൽ ഈ ഹോണിൻ്റെ കാര്യം വളരെ രസകരമാണ്. ലോകത്ത് അനാവശ്യമായി എപ്പോഴും ഹോൺ മുഴക്കുന്ന ചുരുക്കം രാജ്യങ്ങളിലൊന്നാണ് നമ്മുടെ ഇന്ത്യ. മറ്റു രാജ്യങ്ങളിൽ ഹോൺ മുഴക്കുന്നത് വളരെ അപൂർവമാണ്. ഒരു മാസത്തിൽ 1-2 തവണ മാത്രമേ നിങ്ങൾക്ക് അവിടെ ഹോൺ ശബ്ദം കേൾക്കാൻ സാധ്യതയുള്ളൂ. ഇത് റോഡുകളിൽ എപ്പോഴും വലിയ സമാധാനം നിലനിർത്തും. ഇന്ത്യയിൽ സാധാരണയായി ഒരു പ്രദേശം വികസിപ്പിക്കാനോ റെസിഡൻഷ്യൽ ഏരിയ ആയി മാറ്റാനോ വേണ്ടി അവിടുത്തെ പ്രകൃതിയെ പൂർണ്ണമായും ഇല്ലാതാക്കി കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും അവിടെ ഗ്രാസ് ലോൺ അല്ലെങ്കിൽ പുൽത്തകിടികളുള്ള പാർക്കുകൾ ഉണ്ടാക്കുകയുമാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. എന്നാൽ ഡെൻമാർക്കിൽ നോക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ക്ലൈമറ്റ് പാർക്കുകളാണ്. അതായത് പ്രകൃതിയെ അവിടെ അതിൻ്റെ സ്വാഭാവിക രൂപത്തിൽ തന്നെ നിലനിൽക്കാൻ വേണ്ടി അനുവദിക്കും. ഇത്തരം കാര്യങ്ങൾ ഒരു തരത്തിൽ സമഗ്രമായ പരിഹാരമായി പ്രവർത്തിക്കുന്നുണ്ട്. സ്വന്തം കമ്മ്യൂണിറ്റിയോടും ചുറ്റുമുള്ള ആളുകളോടുമുള്ള സഹാനുഭൂതി ഉണ്ടാകുമ്പോൾ മാത്രമാണ് ആളുകൾ ഇത്തരത്തിൽ ചിന്തിക്കുക. അതൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പായി മാറും. ചുറ്റുപാടും വൃത്തിയാകുമ്പോൾ, നല്ല വായു ലഭിക്കുമ്പോൾ, കാലാവസ്ഥ വ്യതിയാനം തടയാൻ ശ്രമിക്കുമ്പോൾ, ശബ്ദമലിനീകരണം കുറയ്ക്കാൻ നോക്കുമ്പോൾ, അപ്പോഴൊക്കെ ആളുകൾക്കിടയിൽ ഒരു കമ്മ്യൂണിറ്റി എന്ന തോന്നൽ താനേ ഉണ്ടാകും. സിംഗപ്പൂരിലെ റെസ്റ്റ് റൂം അസോസിയേഷൻ ഓഫ് സിംഗപ്പൂർ RAS പൊതു ശൗചാലയങ്ങൾ പരിശോധിക്കുകയും അവർക്ക് 3, 4 അല്ലെങ്കിൽ 5 സ്റ്റാർ റേറ്റിംഗ് നൽകുകയും ചെയ്യും. മികച്ച സ്കോർ നേടുന്ന ടോയ്ലറ്റുകൾക്ക് ഹാപ്പി ടോയ്ലറ്റ് ലോഗോ ലഭിക്കും. കൂടാതെ RAS അവരുടെ വെബ്സൈറ്റിലൂടെ ഇവയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെ ജപ്പാനിൽ കുട്ടികളെ സ്കൂളിൽ നിന്നാണ് സിവിക് സെൻസ് പഠിപ്പിക്കുന്നത്. കുട്ടികൾ തങ്ങളുടെ ക്ലാസ് മുറികളും വരാന്തകളും ടോയ്ലറ്റുകളും സ്വന്തമായി വൃത്തിയാക്കും. ഉച്ചഭക്ഷണത്തിന് ശേഷമോ സ്കൂൾ സമയം അവസാനിക്കുമ്പോഴോ ഇതിനായി 15 മുതൽ 20 മിനിറ്റ് വരെ അവർ മാറ്റിവെക്കും. ഇതിനെ ഒസോജി എന്നാണ് വിളിക്കുന്നത്. ശുചിത്വം, പരസ്പര ഐക്യം, പൊതു ഇടങ്ങളോടുള്ള ബഹുമാനം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്ന ബുദ്ധിസത്തിൻ്റെയും ഷിൻഡോയിസത്തിൻ്റെയും തത്വശാസ്ത്രങ്ങളിൽ നിന്നാണ് ഈ രീതി രൂപപ്പെട്ടിട്ടുള്ളത്. സമാനമായ രീതിയിൽ ജർമ്മനി, സ്വീഡൻ, ചെക്ക് റിപ്പബ്ലിക്, നെതർലാൻഡ്സ് തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിലെ സ്കൂളുകളിലും റീസൈക്ലിംഗ്, വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്നിവ കുട്ടിക്കാലം മുതലേ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ ക്യൂ കൾച്ചർ, കൃത്യമായി വരി നിൽക്കുക എന്നത് ഇംഗ്ലണ്ടിലെ ജനങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു കാര്യമാണ്. അവിടുത്തെ സിറ്റിസൺഷിപ്പ് ടെസ്റ്റിൽ പോലും വരി നിൽക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. കാനഡക്കാർ വളരെ വൃത്തിയുള്ളവരും കൃത്യമായി വരികൾ ഉണ്ടാക്കുന്നതിൽ പേരുകേട്ട ആളുകളുമാണ്. റഷ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ നമുക്ക് എസ്കലേറ്റർ എറ്റിക്യൂട്ട്സ്, എസ്കലേറ്റർ മര്യാദകൾ കാണാം. അതായത് നിൽക്കുന്നവർക്ക് ഒരു വശവും നടന്നു പോകുന്നവർക്ക് മറുവശമായി എസ്കലേറ്ററുകൾ ക്രമീകരിച്ചിരിക്കുകയാണ്. ഇതിനെല്ലാം വേണ്ടി കൃത്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്കും സാധിക്കും. ഉദാഹരണത്തിന് വിമാനത്താവളങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വരികൾ നിയന്ത്രിക്കാനായി ഉപയോഗിക്കുന്ന ക്യൂ മാനേജർ ബെൽറ്റുകൾ. എന്തുകൊണ്ടാണ് ഇത് എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് ഒരു സദ്യക്കോ അല്ലെങ്കിൽ ഒരു ആരാധനാലയത്തിലെ വരികളിലോ ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നില്ല? പാവപ്പെട്ടവൻ പരസ്പരം തള്ളിക്കയറി അപകടങ്ങൾ ഉണ്ടാകട്ടെ എന്നാണ് നമ്മൾ കരുതുന്നത്. At least 30 dead, more than 60 injured. The world's largest religious congregation turned into a nightmare in the wee hours of January 29. ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നഗരസഭകൾക്കും പോലീസിനും അവരുടെ ക്ലിയറൻസ് പ്രൊസീജിയറുകളുടെ ഭാഗമായി ചില നിബന്ധനകൾ വെക്കാവുന്നതാണ്. പ്രവേശന കവാടവും എക്സിറ്റും എവിടെയാണ്, ജനങ്ങളെ നിയന്ത്രിക്കാനുള്ള ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ്, ക്യൂ മാനേജർ എവിടെയാണ് ഉള്ളത് എന്നതൊക്കെ അതിൻ്റെ ഭാഗമായി ചോദിക്കാം. സുഹൃത്തുക്കളെ, ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു ചിത്രം തെളിഞ്ഞു വരുന്നില്ലേ? കുഴികളില്ലാത്ത വൃത്തിയുള്ള റോഡുകൾ, സീബ്ര ക്രോസിങ്ങുകൾ, നടപ്പാതകൾ, പച്ചപ്പ്, മരങ്ങൾ, പൂക്കൾ, മലിനീകരണമില്ലാത്ത വായു, ശബ്ദമലിനീകരണമില്ലാത്ത അന്തരീക്ഷം, എല്ലായിടത്തും ശുചിമുറികളും വേസ്റ്റ് ബിന്നുകളും, സ്വന്തം മാലിന്യം തരംതിരിക്കാനുള്ള ഉത്തരവാദിത്തം, ഇതെല്ലാം ഇന്ത്യയിലും സാധിക്കില്ലേ? തീർച്ചയായും സാധിക്കും. ഭരണാധികാരികൾക്ക് ശരിയായ ലക്ഷ്യബോധമുണ്ടെങ്കിൽ എന്തും നടത്തിയെടുക്കാം. ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും അവ കൃത്യമായി നിലനിർത്തുകയും ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ആളുകൾക്ക് തൊഴിൽ നൽകാനും സാധിക്കും. രാജ്യത്തെ എല്ലാ മുഖ്യമന്ത്രിമാരും ഈ ദിശയിൽ ചുവടുവെക്കാൻ തയ്യാറാകണം. അതിലൂടെ നമ്മുടെ നാടിനെ മനോഹരമാക്കാം, നമ്മുടെ രാജ്യത്തെ സുന്ദരമാക്കാം. ഇത് രാജ്യത്തെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കരുത്തുകയും ജനങ്ങളെ കൂടുതൽ സന്തോഷവാന്മാരാക്കുകയും ചെയ്യും. നമുക്കിത് ചെയ്യേണ്ടത് വളരെ അടിയന്തരമായ കാര്യമാണ്. ഒരു കാലത്ത് ഇന്ത്യയേക്കാൾ എത്രയോ പിന്നിലായിരുന്ന ആഫ്രിക്കൻ രാജ്യങ്ങൾ പോലും ഇന്ന് ഇന്ത്യയേക്കാൾ വൃത്തിയുള്ളവരായി മാറിക്കഴിഞ്ഞു. അത്തരത്തിലൊന്നാണ് ആഫ്രിക്കയിലെ ഏറ്റവും വൃത്തിയുള്ള രാജ്യമായി കണക്കാക്കപ്പെടുന്ന റുവാണ്ട. പ്രിയപ്പെട്ടവരെ, ധ്രുവരാട്ടി എന്ന യൂട്യൂബർ സിവിക് സെൻസുമായി ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോയുടെ മലയാളമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ധ്രുവ് തൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നത് റുവാണ്ട എങ്ങനെയാണ് ആഫ്രിക്കയിലെ നമ്പർ 1 രാജ്യമായത് എന്നതിൻ്റെ ഗ്രൗണ്ട് റിപ്പോർട്ട് വീഡിയോയുടെ ലിങ്ക് പങ്കുവെച്ചുകൊണ്ടാണ്. താല്പര്യമുള്ള ആളുകൾക്ക് ധ്രുവരാട്ടി എന്ന ചാനലിൽ കയറി അതും കാണാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, സിവിക് സെൻസിനെ അടുത്ത ട്രെൻഡായി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് മാറ്റിയെടുക്കണം. ആളുകൾക്ക് സിവിക് സെൻസുമായി ബന്ധപ്പെട്ട അവബോധം വളർത്താൻ ഉതകുന്ന ഇത്തരം വീഡിയോകൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായവും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.
അപ്പോൾ പറഞ്ഞ പോലെ സിവിക് സെൻസിനെ അടുത്ത ട്രെൻഡായി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് മാറ്റിയെടുക്കണം. ഇത്രയും നേരം എന്നെ ക്ഷമയോടെ കേട്ടുനിന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.